മിശിഹായിൽ സ്നേഹമുള്ളവരെ, കർത്താവിന്റെ നാമത്തിൽ നാം ഒന്നു ചേർന്നിരിക്കുകയാണ്. കുടുംബങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ സമയം ദൈവത്തിന്റെ തിരുവചനത്തിനായി നാം കാതോർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ വീണ്ടും ഏകാഗ്രമാക്കാം. കർത്താവിന്റെ വചനം ജീവമാണ്. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ആ വചനം സന്ധിബന്ധങ്ങളെ തകർക്കുന്നതാണ്. മനസ്സിന്റെ ചേതോവികാരങ്ങളെ വിവേചിച്ചറിയുന്നതാണ്. അപ്പോൾ ഈ ഒരു നിമിഷം നമുക്ക് ഈ സമയം അവിടത്തോടു കൂടി ആയിരിക്കുവാനുള്ള കൃപ യാചിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ വീണ്ടും ഏകാഗ്രമാക്കാം. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് മനുഷ്യനായ യേശുവിനെ കുറിച്ചാണ്. സുവിശേഷങ്ങളിലൂടെ നാം കടന്നു പോകുന്നത് യേശുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും നമുക്ക് വായിച്ചറിയുവാൻ സാധിക്കും, ധ്യാനിച്ചറിയുവാൻ സാധിക്കും. അവിടുന്ന് ദൈവമാണെന്ന് നാം അറിയുന്നു, നാം വിശ്വസിക്കുന്നു. ദൈവത്തിന് മാത്രം ചെയ്തു തീർക്കാവുന്ന ഒരു ദൗത്യവുമായിട്ടാണ് ദൈവപിതാവ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതായത് മനുഷ്യരക്ഷ സാധ്യമാക്കുക. വിശ്വാസ പ്രമാണത്തില് ഈശോ സത്യദൈവവും സത്യമനുഷ്യനുമാണെന്ന് നാം വിശ്വസിച്ച് ഏറ്റുപറയുന്നുണ്ട്. ആദത്തിന്റെ പാപം മൂലം നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുവാനായി രണ്ടാം ആദമായ യേശുവിന്റെ പരിഹാര ബലി ആവശ്യമായിരുന്നു. അതുകൊണ്ട് ദൈവഹിതപ്രകാരം അവിടുന്ന് ഒരു പൂർണ്ണ മനുഷ്യനായി ഈ മണ്ണിൽ അവതരിച്ചു, ജീവിച്ചു, മരിച്ചുവെന്ന സുവിശേഷം നമ്മുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുന്നു. യേശു ദൈവമാണെന്നതിന്റെ അടയാളങ്ങളായിരുന്നു അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ. കാനായിലെ കല്യാണ വിരുന്നില് വെള്ളം വീഞ്ഞാക്കിയത് മുതല് ഉത്ഥാനത്തിന് ശേഷം രാത്രി അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന ശിഷ്യന്മാർക്ക് എന്റെ നിർദ്ദേശപ്രകാരം അവർ വല വീശുകയും വല നിറയെ മീൻ വലിച്ചു കയറ്റി അവർ സന്തുഷ്ടരായതും നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. പിന്നെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ 36ഓളം അത്ഭുതങ്ങള് സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ഇവയെല്ലാം അവിടുത്തെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നവയായിരുന്നു. ദൈവം എന്ന നിലയ്ക്ക് തനിക്ക് പ്രകൃതി ശക്തിയുടെ മേലും അശുദ്ധാരൂപികളുടെ മേലും മരണത്തിന്മേലും അധികാരമുണ്ടെന്ന് അവിടുന്ന് സാക്ഷ്യപ്പെടുത്തി. എന്നാൽ ഇപ്രകാരം ദൈവമായിരുന്ന അവിടുന്ന് ഒരു പരിപൂർണ മനുഷ്യനായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. സുവിശേഷകന്മാരായ വിശുദ്ധ മത്തായും വിശുദ്ധ ലൂക്കായും ഈശോയുടെ വംശാവലി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ
അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ, യേശുവിന്റെ വംശാവലി ഗ്രന്ഥം എന്ന് അവതരിപ്പിച്ചുകൊണ്ടാണ്. ഉത്ഭവത്തിന്റെ കാര്യത്തിൽ എങ്ങനെയെന്ന് ചോദിച്ചാല് പിന്നീടുള്ള കാര്യങ്ങളിലെല്ലാം തികച്ചും മനുഷ്യനായി അവിടുന്ന് ഈ ലോകത്തിൽ ജീവിച്ചു. ആട്ടിടയന്മാർ മാലാഖമാരുടെ സന്ദേശം അനുസരിച്ച് യേശുവിനെ കാണാൻ പുറപ്പെട്ടു. അവർ അവിടെ കണ്ട കുഞ്ഞ്, നക്ഷത്രത്തെ കണ്ട് അനുഗമിച്ച പൂജരാജാക്കന്മാർ, പുൽക്കൂട്ടിൽ കണ്ട ഉണ്ണിമിശിഹ, എല്ലാ വിധത്തിലും മനുഷ്യരൂപമുള്ള കുഞ്ഞായിരുന്നുവെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. വീണ്ടും പിറന്ന 8-ാം നാൾ ആൺകുഞ്ഞുങ്ങളെ പരിച്ഛേദനത്തിന് വിധേയമാക്കണമെന്ന യഹൂദ ആചാരം യേശുവിന്റെ കാര്യത്തിലും നിറവേറ്റിയതായി ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഈശോയുടെ ബാല്യത്തെ പറ്റി വളരെ കുറച്ചേ നാം സുവിശേഷങ്ങളിൽ കാണുന്നുള്ളൂ. മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് ഈശോയുടെ ബാല്യകാലം ഈജിപ്തിലായിരുന്നു. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കുവാൻ ജെറുസലത്തേക്ക് കൊണ്ടുപോയി എന്ന് ലൂക്കാ സുവിശേഷത്തിൽ നാം വായിക്കുന്നു. അപ്രകാരം വീണ്ടും കർത്താവിന്റെ നിയമപ്രകാരമുള്ളതെല്ലാം നിർവഹിച്ച് സ്വന്തം നഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് ഈശോ മടങ്ങുകയാണ്. അവിടെ ഈശോ വളർന്നു, ജ്ഞാനം കൊണ്ട് നിറഞ്ഞു, ദൈവത്തിന്റെ കൃപ അവന്റെ മേലുണ്ടായിരുന്നു. ഈശോ ഒരു സാധാരണ മനുഷ്യനായിട്ട് തന്നെ തന്റെ 30 വയസ്സ് വരെ ജീവിച്ചു. തനിക്ക് ചെയ്തു തീർക്കേണ്ട, തനിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ദൗത്യം പിതാവ് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ വായനയ്ക്ക് ശേഷം ഇപ്രകാരം അവിടുന്ന് പറഞ്ഞത്: നിങ്ങൾ കേട്ട തിരുവെഴുത്ത് എന്നിൽ ഇന്ന് നിറവേറിയിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുക, അതായിരുന്നു യേശുവിന്റെ ദൗത്യം. ഈ ദൗത്യ നിർവഹണത്തിനായി അവിടുന്ന് 30 വയസ്സുവരെ പ്രാർത്ഥിച്ചിരുന്നു. മരുഭൂമിയിലെ ഏകാന്തതയില് 40 ദിവസം ഈശോ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. യേശുക്രിസ്തു ഒരു മനുഷ്യനു കൂടിയായിരുന്നു എന്നറിഞ്ഞതുകൊണ്ടായിരിക്കണം പിശാച് അവിടുത്തെ 3 പ്രാവശ്യം പരീക്ഷിക്കുവാൻ തുനിഞ്ഞത്. എന്നാൽ ഈ പരീക്ഷകളെ വചനം കൊണ്ട് അവിടുന്ന് നേരിടുകയാണ്. അങ്ങനെ മാനുഷിക വികാരങ്ങളുടെ സമ്മിശ്രമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി ഈശോ ഈ ലോകത്തിൽ ജീവിച്ചു നമുക്ക് നല്ല മാതൃക നൽകി. കാനായിലെ കല്യാണ വീട്ടില്
ഒരമ്മയുടെ ഇഷ്ടം നിറവേറ്റുന്ന ഒരു പുത്രനെയാണ് ഈശോയിൽ നാം ദർശിക്കുക. കിണറ്റിൻകരയില് സമറിയായക്കാരി സ്ത്രീയെ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു ഈശോ. വീണ്ടും പനി പിടിച്ചു കിടക്കുന്ന പത്രോസിന്റെ അമ്മായിയമ്മയെ ഈശോ സന്ദർശിച്ച് സുഖപ്പെടുത്തുന്നു. കാനാൻകാരിയുടെ വിശ്വാസത്തെയും ഈശോ പരീക്ഷിക്കുന്നുണ്ട്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കരുതെന്ന് ഈശോ പറയുന്നു. മുങ്ങാൻ പോകുന്ന വള്ളത്തിലെ ശിഷ്യന്മാരുടെ വിളി കേട്ട് ഈശോ കാറ്റിനെയും കോളിനെയും ശാന്തമാക്കുന്നുണ്ട്. നല്ല സമറിയാക്കാരന്റെ കഥ പറഞ്ഞുകൊണ്ട് നല്ല അയൽക്കാരൻ എപ്രകാരമായിരിക്കണമെന്ന് ഈശോ നമുക്ക് മനസ്സിലാക്കി തരുന്നു. വീണ്ടും 100-ൽ ഒരാടിനെ കാണാതെ പോകുമ്പോൾ അതിനെ വേണ്ടുവോളം അന്വേഷിച്ച് നടക്കുന്ന ഒരു നല്ല ഇടയനായി അവിടുന്ന് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. കൂട്ടപുത്രരായ നമ്മുടെ തിരിച്ചുവരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന സ്നേഹം നിറഞ്ഞ പിതാവും കൂടിയാണ് അവിടുന്ന്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ആളുകൾ വരുമ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഈശോ അവരിൽ നിന്ന് രക്ഷിക്കുന്നു, മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. ലാസറിന്റെ മരണത്തിൽ മർത്തായും മറിയവും വേദനിക്കുമ്പോൾ അവരുടെ സങ്കടത്തില് പങ്കുചേർന്ന് ഈശോ അവരെ ആശ്വസിപ്പിക്കുന്നു. ഇവിടെയെല്ലാം യേശുവിന്റെ മാനുഷികമായ വികാരങ്ങളാണ്, പ്രവൃത്തികളാണ് നാം കാണുക. തെറ്റ് ചെയ്യുന്നവരോട് അവിടുന്ന് കാരുണ്യം കാണിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ തെറ്റിനോട് പ്രതികരിക്കുക എന്നതും സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കി മാറ്റിയ മനുഷ്യരുടെ മനോഭാവത്തെ അവിടുന്ന് തിരുത്തുന്നുണ്ട്. എന്റെ പിതാവിന്റെ ആലയം ഒരു കച്ചവട സ്ഥലമാക്കാൻ താൻ അനുവദിക്കുകയില്ല എന്ന് എന്റെ പ്രവൃത്തിയിലൂടെ ഈശോ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതോടൊപ്പം കപടനാട്യക്കാരായ നിയമജ്ഞരോടും ഫരിസേയരോടും അവിടുന്ന് ശാസന രൂപേണ അവരോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്നവരോട് ഈശോ പറയുന്നത് ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കരുണയുള്ളവരായിരിക്കുകയും മറ്റുള്ളവരോട് കരുണ കാണിക്കുകയും എന്ന് ഈശോ ബോധിപ്പിക്കുന്നു. തന്റെ ശ്രേഷ്ഠ ശിഷ്യനായ പത്രോസിനെ അംഗീകരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും തന്റെ വരാനിരിക്കുന്ന പീഡകളെയും കുരിശുമരണത്തെയും പറ്റി തടസ്സം പറഞ്ഞപ്പോൾ അവനെ
ശാസിക്കുന്നതായി നാം കാണുന്നു. സാത്താനെ, നീ എന്റെ മുന്നിൽ നിന്ന് പോകും, നീ എനിക്ക് പ്രതിബന്ധമാണെന്ന്. ദുഷ്പ്രേരണകൾ നൽകുന്നവരോട് അവിടുന്ന് പറയുന്നത്, കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ കാട്ടപ്പെടുകയായിരിക്കും അവർക്ക് നൽകുന്നത് നല്ലതെന്നാണ്. സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചവരിൽ നിന്ന് അത് ലഭിക്കാതെ വന്നപ്പോൾ അവിടുത്തെ ഹൃദയം വേദനിച്ചിട്ടുണ്ട്. ഈശോ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി. അവരിൽ ഒരുവൻ മാത്രമേ തിരിച്ചു വന്ന് അവിടുത്തോട് നന്ദി പറഞ്ഞുള്ളൂ. അപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, 10 പേരല്ലേ സുഖപ്പെടുത്തപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നുന്നില്ലല്ലോ. ഗെത്സമനിയില് ഈശോ വേദനയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. തന്നോടുകൂടെ ഉണർന്നിരിക്കുവാൻ തന്റെ ശിഷ്യരെ, തന്റെ അരുമ ശിഷ്യരെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അവർ നിദ്രാഭാരത്താൽ ഉറങ്ങിപ്പോകുമ്പോൾ എന്നോടുകൂടി 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് ഈശോ ചോദിക്കുന്നു. സത്യത്തിലും പൂർണ്ണമായും ഈശോ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അവിടുന്ന് നമുക്കെല്ലാവർക്കും ഒരു മാതൃക മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് പിതാവ് പുത്രനെ പറ്റി സാക്ഷ്യപ്പെടുത്തിയത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിലും ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 35-ാം വാക്യത്തിലും ഈ സാക്ഷ്യം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അവിടുന്ന് ലോകത്തിന്റെ പ്രകാശമായി വന്നു. തന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അവിടുന്ന് അരുളിച്ചെയ്തു. ഈശോയെ അനുഗമിക്കുവാൻ, പ്രകാശത്തിന്റെ മാർഗത്തിലൂടെ നടക്കുവാൻ അവിടുന്ന് ഇന്ന് നമ്മെയും വിളിക്കുകയാണ്. ഈശോ മനുഷ്യനായി ലോകത്ത് ജീവിച്ചത് കൊണ്ട് മനുഷ്യന്റേതായ കടമകളും നിർവഹിച്ചിരുന്നു. ഈശ്വരനുള്ളത് ഈശ്വരനും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണമെന്ന് അവിടുന്ന് ശിഷ്യന്മാരെ ഉപദേശിക്കുന്നുണ്ട്. ശത്രുക്കളോട് ക്ഷമിക്കുവാൻ വേണ്ടി അവിടുന്ന് പഠിപ്പിക്കുക മാത്രമല്ല, സ്വന്തം ജീവിതത്തിലൂടെ അവർക്ക് മാതൃകയും നൽകി. അവിടുന്ന് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോയുടെ അടുത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമ്മുടെ അധ്വാനവും നമ്മുടെ ഭാരങ്ങളും കർത്താവിങ്കൽ നമുക്ക് ഇറക്കി വെക്കാം. ഇന്ന് നാം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള ആകുലതകളും ഉത്കണ്ഠകളും ഒത്തിരിയേറെ ഉള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ച് നമുക്ക് മാതൃക നൽകി ദൈവപിതാവിന്റെ പക്കൽ നമുക്ക് ഓരോരുത്തർക്കും ഇടം നൽകുവാനായി യുഗത്തിലേക്ക് കടന്നുപോയ നിത്യപുരോഹിതനായ ഈശോ ഇന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അവിടുന്ന് നമ്മെയും എന്റെ സ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്നു.
ഗെത്സമനിയിലെ വേദനയില് തനിക്ക് സഹിക്കേണ്ട പീഡകളുടെ കാഠിന്യം ഓർത്ത്, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ക്രൂശിക്കുന്നവരോട് പുറത്തുകൊണ്ട്, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു. തന്റെ വലത്തുവശത്ത് കിടന്ന കള്ളന് സ്വർഗം വാഗ്ദാനം ചെയ്തുകൊണ്ട്, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടി പർദീസായിലായിരിക്കും എന്ന് ഈശോ പർദീസ നല്ല കള്ളന് വാഗ്ദാനം ചെയ്യുന്നു. തന്റെ അമ്മയുടെ വേദന കണ്ടുകൊണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് അമ്മയെ യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കുരിശിൽ കിടന്ന് ദാഹം കൊണ്ട് വലയുന്ന അവിടുന്ന് എനിക്ക് ദാഹിക്കുന്നുവെന്ന് വേദനയോടെ പറഞ്ഞു. ദൈവം തന്നെ കൈവിട്ടോ എന്ന് തോന്നിയപ്പോഴ് ഉറക്കെ നിലവിളിച്ചുകൊണ്ട്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു. എങ്കിലും ധൈര്യവും വിശ്വാസവും കൈവിടാതെ ഈശോ തന്റെ ആത്മാവിനെ ദൈവപിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അവിടുന്ന് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഒന്നിച്ചുകൂടി കർത്താവിന്റെ വചനങ്ങളെ ചിന്തിക്കുമ്പോൾ, അവിടുത്തെ മാതൃകയെ നാം പിൻചെല്ലുമ്പോൾ, ദേഹം മുഴുവൻ ചെമ്മട്ടിയടികളാൽ അഭിഷിക്തനായി തലയിൽ മുൾമുടി അണിഞ്ഞ് തന്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട് പീലാത്തോസ് പറഞ്ഞു, ഇതാ മനുഷ്യൻ. സുവിശേഷങ്ങളിലെ ഈശോയെ നോക്കി നമുക്കും പറയാം, അവിടുന്ന് ശരിക്കും ദൈവപുത്രനായിരുന്നു, അതുപോലെ തന്നെ ശരിക്കും മനുഷ്യനുമായിരുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടിയാണ് പീഡകൾ സഹിച്ചത്. നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത്. അവിടുന്ന് തന്റെ ജീവിതത്തിലൂടെ നമുക്ക് മാതൃക നൽകിക്കൊണ്ട് നമ്മുടെ മുൻപേ കടന്നുപോയി. സ്വർഗഭാഗ്യം നമുക്ക് നേടിത്തരുവാൻ ഈ സമയം ദൈവം നമ്മോട് കാണിച്ച വലുതായ കരുണയ്ക്ക്, സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിന്റെ മുൻപിൽ സമർപ്പിച്ച്, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച്, വേദനിക്കുന്ന വ്യക്തികളെ സമർപ്പിച്ച്, നമ്മുടെ പ്രാർത്ഥനാ സഹായം പ്രതീക്ഷിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ തിരുമുൻപിൽ അർപ്പിച്ചുകൊണ്ട്, വേദനിക്കുന്നവർക്ക് ആശ്വാസമായി ഈശോയെ ഇന്ന് ഞങ്ങളോടൊത്ത് ഈ രാത്രിയിൽ ഉണ്ടാകണമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കി തരണമേ എന്ന പ്രാർത്ഥനയോടെ ഒരല്പസമയം ഈശോയെ സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയുടെ അവസാനത്തിലേക്ക് കടന്നു വരാം. നമുക്ക് ഒന്നിച്ച് സ്തുതിക്കാം. യേശുവേ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധാത്മാവി നന്ദി, പരിശുദ്ധാത്മാവി സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, കർത്താവേ നന്ദി, സ്തുതി പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.